ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് ഗോപാലസ്വാമി ഹിൽസിലാണ്. ഗുണ്ടൂർപേട്ടയിൽ നിന്ന് വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. 70 രൂപ ഒരാൾക്ക്. അമ്പലത്തിൽ കൊണ്ടുവിടാനും അമ്പലത്തിൽ നിന്ന് തിരിച്ച് കൊണ്ടുവിടാനും കൂടിയിട്ടാണ് ഒരാൾക്ക് 70 രൂപ. നല്ല സുന്ദരമായ പ്രദേശം. ഇതൊക്കെ നമ്മൾ ബസ്സിലിരുന്നു കൊണ്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് കാണുന്ന കാഴ്ചകളാണ്. മനോഹരമായ പ്രകൃതി അല്ലേ. നിറയെ കാടുകളും ചെങ്കുത്തായ കുന്നുകളും മഞ്ഞ് മൂടി കിടക്കുന്ന താഴ്വാരങ്ങളും എല്ലാം കാണാം. ബസ്സിൽ ഇരുന്നു കൊണ്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ടില്ലേ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകൾ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഗോപാലസ്വാമി ഹിൽസിലേക്ക് പ്രവേശിച്ചു. അമ്പലത്തിൻ്റെ വശങ്ങളാണ്. അവിടെ എത്തി. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. കുറച്ച് ആൾക്കാരായിട്ട് വരുന്നു. ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. കാർമേഘങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മഴ ഇടയ്ക്ക് ചാറുന്നുണ്ട്, ഇടയ്ക്ക് വെയിലുറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളാണ്. ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ പോയിട്ടൊന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. താഴ്വാരങ്ങളും വലിയ കാടുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം ആണ്. സൈഡ് ഭാഗം, ബാക്ക് ഭാഗം അങ്ങനെയൊക്കെ എടുത്തതാണ്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, ഇത് ബാക്ക് ഭാഗം. ഇതിൻ്റെ താഴത്തുള്ള കാടുകളാണ്. കണ്ടില്ലേ, വലിയ കാടുകളാണ്, വലിയ മരങ്ങളും. എന്തൊരു കാറ്റാണ് ഇവിടെ എന്നറിയോ. ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് ചൂട് എന്താണെന്ന് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല. അത്ര മനോഹരമായ കാലാവസ്ഥ. ഒരുപാട് ഉയരത്തിലാണ് ഈ അമ്പലമുള്ളത്. കണ്ടില്ലേ, അതിന് ദൂരെ കാഴ്ചയ്ക്ക് കാണുന്ന ആ കുന്നുകളൊക്കെ കണ്ടില്ലേ. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ചുറ്റി നടന്ന് കാണുമ്പോൾ എടുത്തതാണ്. വീഡിയോ എടുത്തതൊന്നും ക്ലിയർ ആയിട്ടില്ല. എന്നാലും വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഭിക്ഷാടനമൊക്കെ ഉണ്ട്. പിന്നെ പ്രാതൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അമ്പലം ചുറ്റി നടന്നു കണ്ടു, നേരെ ഫ്രണ്ടിലേക്ക് എത്തി. അതിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ളതാണ്. വലിയ കരിങ്കല്ല് വെച്ചിട്ടൊക്കെ കെട്ടിപ്പടുത്തതാണ്. 4 കോണിലും ഹനുമാൻ സ്വാമിയുടെ പ്രതിമകളാണ് ഉള്ളത്. നല്ല അമ്പലമാണ് അല്ലേ. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാൻ അവിടെ പോയി അവിടുത്തെ അന്തരീക്ഷം ഇതൊക്കെ അമ്പലത്തിൽ തൊഴുതു പോന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.